നമ്മളിവിടെ ചീഫ് മിനിസ്റ്ററിൻ്റെ കൂടെയും മിനിസ്റ്റേഴ്സിൻ്റെ എം പിമാരുടെയൊക്കെ കൂടെ നമ്മളും കേരളത്തിന് വേണ്ടി പ്രതിഷേധിക്കാനാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. വോളണ്ടിയർ വർക്കിനും നമ്മൾ ഇവിടെ എല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ട്. കേരളത്തിന് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവഗണന കേരള സ്റ്റുഡൻസിനും കൂടെ വളരെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നമ്മളിവിടെ പല പല സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ പഠിക്കുന്നു. ഇവിടെ മലയാളികൾക്ക് എന്താണ് ഫേസ് ചെയ്യാൻ പറ്റുന്നതെന്ന് നമുക്ക് ഡേ ടു ഡേ എക്സ്പീരിയൻസിൽ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ കേരളത്തിനും എന്താണ് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് ഫേസ് ചെയ്യാൻ പറ്റുന്നതെന്ന് നമുക്ക് വളരെ റിലേറ്റബിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ കേന്ദ്ര സർക്കാർ കാണിക്കുന്ന ഈ അവഗണനയോട് നമ്മൾ എന്തായാലും ശക്തമായി പ്രതിഷേധിക്കുന്നതാണ്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ എത്തുന്ന അത്തരത്തിൽ സമരം വലിയ രീതിയിൽ തന്നെ ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന സമരമായി മാറുന്നു. എന്താണ് ആ കാര്യത്തിൽ പറയാൻ? അല്ല, ഇത് നല്ലൊരു ഫസ്റ്റ് ഒരു ഇനിഷ്യേറ്റീവ് ആണ്. നമ്മളുടെ ഫിനാൻഷ്യലി അപ്പാർപ്പെട്ട് നമ്മൾക്ക് ലെജിസ്ലേറ്റീവിലും നമ്മളെ ഫെഡറലിസ്റ്റ് സ്ട്രക്ചറിനെ അവർ എത്രത്തോളം മുടക്കാൻ പറ്റുമോ അത്രത്തോളം അവർ ബ്ലോക്ക് ചെയ്യുകയാണ്. ഇത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബേസിക് സ്ട്രക്ചറിനെതിരായിട്ടുള്ള കാര്യമാണ്. കേശവനന്ദ ഭാരതി കേസിൻ്റെ ജഡ്ജ്മെൻറ്റ് പ്രകാരം ബേസിക് സ്ട്രക്ചറിനെ ആർക്കും മാറ്റാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ പ്രകാരം നമ്മുടെ സ്റ്റേറ്റിൻ്റെ ഒരു ഫെഡറൽ സ്ട്രക്ചറിനെ നമുക്ക് ലെജിസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യത്തിന്, നമ്മളുടെ ഫിനാൻഷ്യൽ കാര്യത്തിന് ഗവർണർ വഴിയും സെൻട്രൽ ഗവൺമെൻറ് വഴിയും ബ്ലോക്ക് ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനെ സേവ് ചെയ്യാൻ വേണ്ടി സ്റ്റുഡൻസായ നമ്മൾ ഈ വേദികളിൽ പങ്കെടുക്കേണ്ടത് നമ്മളെ ഒരു കർത്തവ്യമായിട്ട് നമ്മൾ കാണുന്നു. അതിനെ ഈ മുൻകൈ എടുത്തിരിക്കുന്ന സദേൺ സ്റ്റേറ്റ്സിന് ഇപ്പം ഇന്നലെ കോൺഗ്രസിൻ്റെ കർണാടകയുടെ മുഖ്യമന്ത്രിയുടെ പ്രൊട്ടസ്റ്റ് ഉണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ പിണറായി വിജയൻ സഖാവിൻ്റെ പ്രൊട്ടസ്റ്റ് നടക്കുന്നു. അപ്പോൾ അതിന് നമ്മളൊരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നതെന്ന് വിചാരിക്കുമ്പോൾ നല്ല അഭിമാനം തോന്നുന്നുണ്ട്. കൂടുതൽ വിദ്യാർത്ഥികൾ വരുന്നുണ്ടോ പങ്കെടുക്കാൻ? കൂടുതൽ വിദ്യാർത്ഥികൾ എന്തായാലും പങ്കെടുക്കാനെയും, കാരണം ഈ ഒരു പ്രശ്നം എല്ലാ ജനവിഭാഗങ്ങളെ ബാധിക്കുന്നൊരു പ്രശ്നമാണ്. വിദ്യാർത്ഥികൾ എന്ന നിലയിൽ നമ്മൾ നാളെ നമ്മുടേതാണ്, പുതിയ തലമുറയാണ്. അപ്പോൾ നമ്മുടെ ഒരു ഭാവിയെ കൂടെ ബാധിക്കുന്ന പ്രശ്നമാണ്. കാരണം കേരളത്തെ വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലോട്ടാണ് തള്ളിയിടുന്നത്. കേരളത്തെ മാത്രമല്ല മറ്റ് പല BJPക്കെതിരെ നിൽക്കുന്ന പല സംസ്ഥാനങ്ങളെയും ഇത് ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ ബേസിക്കലി ഇവിടെ നടക്കുന്നതെന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഫെഡറൽ സംവിധാനത്തെയും ജനാധിപത്യ സംവിധാനത്തെയും അട്ടിമറിക്കുന്ന ഒരു നടപടിയാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ജനങ്ങളും ഇന്ന് കേരളവും തമിഴ്നാടും കർണാടകയും മാത്രമേ ഉള്ളൂ, തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നാൽ ഭാവിയിൽ ഇത് കൂടുതൽ സംസ്ഥാനങ്ങളിലോട്ട് വ്യാപിക്കുക തന്നെ ചെയ്യും. ഇങ്ങനെ ഇന്ത്യൻ ഭരണഘടനയും ഇന്ത്യയുടെ ജനാധിപത്യത്തെയൊക്കെ കശാപ്പ് ചെയ്യുന്ന BJPക്കും അവരുടെ NDAയ്ക്കും ഒക്കെ ഭാവിയിൽ വലിയ രീതിയിലുള്ള ജനകീയ പ്രതിരോധങ്ങൾ നേരിടേണ്ടി വരും. അതിൻ്റെയൊക്കെ തുടക്കം ഇന്ന് ഈ കേരള സർക്കാരിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുകയാണ്. എന്താണെങ്കിലും വലിയ ആവേശത്തിലാണ് വിദ്യാർത്ഥികൾ. ബാക്കി വേറെ എന്താണ് പറയാനുള്ളത്? നമ്മളിപ്പം നോക്കുമ്പം തന്നെ ഇപ്പോൾ കേരളത്തിലെ നമ്മളിപ്പം സ്റ്റുഡൻസാണ്, അപ്പോൾ എഡ്യൂക്കേഷനെ കുറിച്ച് സംസാരിക്കാം. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരിഫ് ഖാനെ പോലെയുള്ള ഗവർണറെ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഈ ഒരു RSS ബാക്ക്ഗ്രൗണ്ടുള്ള ആൾക്കാരെ ഇതിലത്തോട് തിരികെ കയറ്റി മാക്സിമം മെഷീനറി യൂസ് ചെയ്ത് എങ്ങനെ എഡ്യൂക്കേഷനെ കളങ്കപ്പെടുത്താമെന്നുള്ള കാര്യം സർക്കാർ ശ്രമിക്കുന്നുണ്ട്, കേന്ദ്ര സർക്കാർ. അതോടൊപ്പം തന്നെ കേരളത്തിൽ നിന്ന് 1 രൂപ കിട്ടുമ്പോൾ പകരമായിട്ട് കിട്ടുന്നത് വെറും 1/2 പൈസയാണ്. അതുപോലെ തന്നെ BJPൻ്റെ ഗവൺമെൻറ് എവിടെയുണ്ടോ അവിടെ 2 രൂപയോ 3 രൂപയാണ് 1 രൂപയ്ക്ക് പകരം കിട്ടുന്നത്. അതായത് 1 കോടി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് 3 കോടി കിട്ടും. നമ്മൾ 1 കോടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 50 ലക്ഷം രൂപ കിട്ടത്തുള്ളൂ. അപ്പോൾ ആ രീതിയിലേക്ക് എങ്ങനെയൊക്കെ അവിടെ ഒരു എക്കണോമിക്കലി വലിയൊരു മാന്ദ്യം ഉണ്ടാക്കാമോ, എങ്ങനെയൊക്കെ ഒരു സാമ്പത്തിക അടിയന്തരാവസ്ഥ അപ്രഖ്യാപിതമായിട്ടൊരു അടിയന്തരാവസ്ഥ ഉണ്ടാക്കുമോ, അതിനുള്ള എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും കേന്ദ്ര സർക്കാർ ചെയ്യുന്നുണ്ട്. ഈ പ്രതിരോധം ഇനിയും തുടരും. തെരുവിലിറങ്ങും സമൂഹം, ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും.